ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്ത് പള്ളിക്കരയ്ക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും 150 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന 6 സെൻറ്റിലെ 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 12 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഫ്രണ്ട് എലിവേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാക്കനാടിന് തൊട്ടടുത്തായാണ് ഈ പള്ളിക്കര വരുന്നത്. വണ്ടർലയെല്ലാം ഈ പള്ളിക്കരയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വണ്ടർലക്കെല്ലാം അടുത്തായി നിൽക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഒരു വീട് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. 5 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടുവിരിച്ച റോഡ് നമുക്ക് കാണാം. ഒരു കോർണർ പ്ലോട്ടിൽ നിൽക്കുന്ന വീടായതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന വീട് തന്നെയാണ്. ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. നല്ല ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വിശാലമായ ഒരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്കാണ് പ്രവേശിക്കേണ്ടത്. കയറി വരുമ്പോൾ വിശാലമായ ഒരു മുറ്റം നമുക്ക് കാണാം. കടപ്പകല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിന് മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന് മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പൈപ്പ് കണക്ഷൻ ലഭ്യമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് ലഭിക്കുന്നുണ്ട്. 6 സെന്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെയാണ് ചുറ്റുഭാഗങ്ങളിലെല്ലാം ഇത്ര രീതിയിലുള്ള മുറ്റം നമുക്ക് ലഭിക്കുന്നത്. നല്ല മനോഹരമായ ഒരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് തിരിച്ചു വരാം. ഒരു നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ്. ഫ്രണ്ടിലെ ഡോറിന്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായാണ്. ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ലിവിംഗ് ഹാളിന്റെ 2 ഭിത്തിയിലും വിൻഡോ എല്ലാം വരുന്നുണ്ട്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റ് നമുക്ക് കാണാം. ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അവിടെ നല്ല മനോഹരമായ ഒരു പാർട്ടീഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ കാണാൻ കഴിയും. 10ഓളം ചേറിട്ടിരിക്കാവുന്ന വിശാലമായ ഒരു ഡൈനിങ് ഹാൾ ഏരിയ ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമും കിച്ചണും ആണ് ലഭ്യമാവുക. അതുകൂടാതെ ഒരു കോർട്ട്യാർഡ് സ്പേസും കാണാൻ കഴിയും. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെയും ആ കോർട്ട്യാർഡ് സ്പേസിൻ്റെയും ഭാഗത്തേക്ക് വരാം. ഇവിടെയാണ് കോർട്ട്യാർഡ് സ്പേസ് വരുന്നത്. അവിടെ സേഫ്റ്റിക്ക് വേണ്ടി ഇരുമ്പിൻ്റെ ഗ്രില്ലെല്ലാം ഇട്ട് കവേർഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പ്രവേശിക്കാം. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത കിച്ചൺ തന്നെയാണ്. വിശാലമായ ഒരു കിച്ചൺ ഇവിടെ ലഭ്യമാണ്. വാസ്തുപ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫുൾ രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഒരു വാഷ് ബേസിൻ ഏരിയ നമുക്ക് കാണാം. ഈ ഭാഗത്താണ് ആ വാഷ് ബേസിൻ വരുന്നത്. നല്ല രീതിയിലുള്ള ഒരു സ്റ്റൈലിഷ് വാഷ് ബേസിൻ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് കൂടാതെ ഈ ഭാഗത്തും ഒരു വാഷ് കൗണ്ടർ നമുക്ക് കാണാം. വാസ്തുപ്രകാരം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് കിച്ചൺ പാർട്ടീഷൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായി ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം ഏകദേശം 150 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. 2 ഭിത്തിയിലും വലിപ്പമാർന്ന വിൻഡോയും നമുക്ക് കാണാം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാം. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും വിൻഡോ എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്താണ് ആ ബാത്റൂം വരുന്നത്. വിശാലമായ ബാത്റൂമുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇവിടെ നിന്നും ഹോളിൽ നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടറിലേക്കാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ
ഹാൻഡിലിനായി ടഫൻ ഗ്ലാസും വുഡുമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നമുക്ക് കാണാൻ കഴിയും. സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്കാണ് നമുക്ക് ചെല്ലേണ്ടത്. സ്റ്റെയർ കയറി വരുമ്പോൾ എൽ ഷേപ്പിൽ വരുന്നൊരു ഹോളിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഹോളിൻ്റെ നിർമ്മാണം. ഇവിടെയായി ഒരു ചെറിയൊരു പറവോള രീതിയിൽ വരുന്നൊരു ഓപ്പൺ ഏരിയ കാണാം. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് സ്റ്റെയർ ഏരിയയിലേക്ക് ലഭിക്കുന്നുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് ബാത്റൂം വരുന്നത്. വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെയും ലഭ്യമാണ്. ഇതുകൂടാതെ ഇതിന് അഡീഷണൽ ആയിട്ടൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. ഈ കാണുന്ന വിൻഡോയുടെ സെൻട്രൽ ഭാഗം ഡോറായി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ബാൽക്കണിയിലേക്കാണ് അത് ഇറങ്ങി ചെല്ലുന്നത്. ഇനി വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇതും 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ്. ഇതിനും 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് പോവേണ്ടത് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ്. ഈ വീടിൻ്റെ ബാൽക്കണിയിൽ അഡീഷണൽ ആയിട്ടൊരു ഊഞ്ഞാല് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വിശാലമായ യൂട്ടിലിറ്റി ഏരിയയും നമുക്ക് കാണാം. അതിനു മുന്നായി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് പള്ളിക്കരയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് 150 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 6 സെൻറ്റിൽ 2200+500 അതായത് 2700 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 90 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.